വയനാട്ടിൽ ഭീതി പരത്തിയ കരടിയെ നമുക്കിനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളമുണ്ടയിൽ നിന്നും കരടി പനമരം ഭാഗത്തേക്ക് പോയി എന്നാണ് വനംവകുപ്പ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി കാരക്കാമല പ്രദേശത്തെ വീട്ടിൽ കയറുകയും ഒരു കട തകർക്കുകയും ചെയ്തു. കരടിക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി 4 നാൾ. കരടി ഇതിനകം പിന്നിട്ടത് 50 കിലോമീറ്ററിൽ ഏറെ ദൂരം. ആശങ്കയുടെ മുൾമുനയിലാണ് വയനാടൻ ജീവിതം. വെള്ളമുണ്ട കക്കടവിൽ നിന്ന് ഇന്നലെ രാത്രി കരടിയെത്തിയത് കാരക്കാമല ഭാഗത്ത്. മാങ്കാണി കുറിച്ച് തറവാട്ടിൽ വാതിൽ പൊളിച്ച് അകത്തുകയറി പഞ്ചസാരയുമായി കടന്നു. പരിസരത്ത് പഞ്ചസാരയുടെ അവശിഷ്ടങ്ങൾ കണ്ടു. സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ റൂമിൽ കിടക്കുമായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു സൗണ്ട് കേട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. എന്താ കണ്ടത്? കണ്ടത് വാതിലൊക്കെ തുറന്നിട്ട് പഞ്ചസാരൊക്കെ റോട്ടിൽ കൂടെ. മാങ്കാണിയിലെ സോമശേഖരൻ എന്നയാളുടെ കടയുടെ വാതിൽ പൊളിച്ച ശേഷം അകത്തു കയറിയ കരടി സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലാണ്. കട തുറന്നു കിടക്കുന്നത് കണ്ട് മോഷണമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചുവരിലും മറ്റും മാന്തിയ പാടുകളുണ്ട്. ഇതോടെയാണ് കരടി എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. അതിരാവിലെ വരുമ്പോൾ ഈ കട തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് മറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാകെ ഭയന്നു പോയി, ഇത് കള്ളം കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോ. അപ്പോൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ, സവാള, തക്കാളി, പിന്നെ കുറച്ച് ജ്യൂസുകളുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വാരി വിതറി അതിലൊക്കെ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിലൊക്കെ ഇതായി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കരടി എത്തിയത് പനമരം ഭാഗത്തേക്കാണ്. പനമരം പുഴയോട് ചേർന്ന കീഞ്ഞുകടവിൽ കടയിലെ CCTVയിൽ കരടിയുടെ ദൃശ്യം പതിഞ്ഞു. കഴിഞ്ഞ ദിവസം കരടി സഞ്ചരിച്ച വഴിയിലെ പല CCTV ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ വേബിൽ കടയിൽ പോയിട്ടുള്ള CCTV ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് 3:59 കൃത്യമായിട്ട് അത് പാസ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നടന്നു പോയിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഇറങ്ങി. പിന്നെ കുറേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. അതാണ് ദൃശ്യമുള്ളത്. പിന്നെ അത് ഇങ്ങോട്ടേക്ക് ടൗണിൻ്റെ ഭാഗത്തേക്കാണ് പാസ് ചെയ്തേണ്ടത്. പനമരം പുഴയോരത്ത് വനം വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇവിടെ നിന്ന് അധിക ദൂരമില്ല വനത്തിലേക്ക്. ദാസനക്കര അമ്മാനി വനമേഖല ഇതിനടുത്താണ്. കരടി ഈ ഭാഗത്തേക്ക് കയറിപ്പോകാനുള്ള സാധ്യതയും ഏറെയുണ്ട്. കരടിക്കായി വനം വകുപ്പ് വ്യാപക തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമ്മാനി വനമേഖല വരെ കരടി എത്തിയെന്നുള്ള വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ അത് വനത്തിനകത്തേക്ക് കയറിയിരിക്കാം. ആ വിധമെങ്കിൽ ആശ്വാസം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കരടി ഇറങ്ങിയ ജനവാസ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ വല്ലാത്ത ഭീതിയാണ്. 3 ദിവസമായി അവിടെ കരടിയെ കണ്ടിട്ട് സന്ദർഭവും സാഹചര്യവും വന്നാൽ മയക്കൂടി വയ്ക്കാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. കരടി അവശനാണെങ്കിലും പെട്ടെന്ന് ഈ കരടി ഓടിമറയുന്നു എന്നതാണ് ദൗത്യസംഘം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മോട് പ്രതികരിച്ചത്. സംഭവിച്ച് ഞാൻ അകത്ത് കിടക്കാം. അന്നേരം ഒച്ച കിട്ടും 10 മണി രാത്രി. അന്നേരം ഒച്ച കിട്ടും. ലേശം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ബാലൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പം ലഞ്ഞുണ്ടായിരുന്നു ബാല. നീന്തൊക്കെ ബാലൊക്കെ പൂട്ടിയില്ലേ തുറന്നിട്ട് എന്ന് പറഞ്ഞു. പിന്നെ സംഭവം അറിഞ്ഞില്ലല്ലോ. നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് അമർച്ചിട്ട് ഇത് ഓടാൻ തിങ്ങിപ്പോയി. അതാണ് തുറന്നത്. പിന്നെ പഞ്ചസാര എടുത്ത് ഓടി. ഇല്ല, പേടിയൊന്നുമില്ല. ഞങ്ങള് ഇല്ല, ഒരു വർഷമില്ല. കരടി ഇപ്പം ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു സാറേ. നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനത്തെ സാധനമൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തൊന്നും കടന്നിട്ടില്ല. നേരം വെളുത്തിട്ട് നമുക്ക് വായാണ് പുറത്ത് കിടക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾക്കൊരു മാർഗനിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു, പുറത്തിറങ്ങരുത്. പിന്നെ തൊട്ടടുത്ത് അറിയാത്തവർക്ക് ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ഇവിടെ ഇത്ര അരമണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നിട്ട് അവർ പോയത്. ഇപ്പോൾ വാതിലൊക്കെ തള്ളി തുറന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അതിൻ്റെ വായി നന്ദലായിട്ട് അതിൻ്റെ അകത്തും കയ്യിൻ്റെ പാടുമുണ്ട്. പിന്നെ അവിടെ പഞ്ചസാര കുറച്ച് മറിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്ന് നോക്കി ഞങ്ങൾ തോട്ടം ഇതിലൊക്കെ നോക്കി അവിടെ ഇങ്ങോട്ടോ നോക്കുമ്പോൾ ഇല്ല. പക്ഷെ പേടിയുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ പിന്നെ പേടിയില്ലല്ലോ.